പ്രൈസ് ലോർഡ്. ബൈബിൾ ക്വിസ് പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ബൈബിളിൽ നിന്നും തിരഞ്ഞെടുത്ത ചില ചോദ്യങ്ങളും ഉത്തരങ്ങളും. ക്വസ്റ്റ്യൻ: എന്നെ വിവേചിപ്പാൻ ആർക്കും കഴിയുകയില്ല, ഞാൻ സകലത്തെയും വിവേചിക്കുകയും ചെയ്യും. ഞാൻ ആര്? ഉത്തരം: ആത്മീകൻ. 1 കൊരിന്ത്യർ 2:15. ക്വസ്റ്റ്യൻ: ദൈവത്തിൻ്റെ അദൃശ്യ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഉത്തരം: നിത്യശക്തിയും ദിവ്യത്വവും. റോമർ 1:20. ക്വസ്റ്റ്യൻ: ബൈബിളിൽ ആകെ 4 സുവിശേഷങ്ങളാണല്ലോ ഉള്ളത്. എന്നാൽ 5-ാമത്തെ സുവിശേഷം എന്ന് അറിയപ്പെടുന്ന ഒരു ലേഖനമുണ്ട്. ഏതാണ് ആ ലേഖനം? ഉത്തരം: റോമർക്ക് എഴുതിയ ലേഖനം. ക്വസ്റ്റ്യൻ: തുടക്കം മുതൽ ഒടുക്കം വരെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ പൗലോസിനൊപ്പം കൂട്ടായ്മ കാണിച്ച സഭ ഏത്? ഉത്തരം: ഫിലിപ്പിയ സഭ. ഫിലിപ്പിയർ 1:5, 4:15. ക്വസ്റ്റ്യൻ: എല്ലാ ദിവസവും മരിക്കുന്ന വ്യക്തി ആര്? ഉത്തരം: പൗലോസ്. 1 കൊരിന്ത്യർ 15:31. ക്വസ്റ്റ്യൻ: മനുഷ്യർക്ക് മറഞ്ഞു കിടന്നതും മക്കൾക്ക് മറനീക്കിയതുമായ മഹത്വകരമായ മർമ്മം എന്ത്? ഉത്തരം: മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത്. കൊലോസ്യർ 1:26-27. ക്വസ്റ്റ്യൻ: ദൈവത്തിനു പുറമെ ലോകത്തെ വിധിക്കുവാൻ പ്രാപ്തരായ മറ്റൊരു കൂട്ടർ ആര്? ഉത്തരം: വിശുദ്ധന്മാർ. 1 കൊരിന്ത്യർ 6:2. ക്വസ്റ്റ്യൻ: ഞങ്ങൾ രണ്ടുപേരും ഒരേ ചിന്താഗതിയുള്ളവർ എന്ന് പൗലോസ് സാക്ഷ്യപ്പെടുത്തിയ വ്യക്തി ആര്? ഉത്തരം: തിമോത്തിയോസ്. ഫിലിപ്പിയർ 2:19-20. ക്വസ്റ്റ്യൻ: ദൈവവചനത്തിന് ന്യായപ്രമാണം, തിരുവെഴുത്ത് തുടങ്ങി പല പേരുകളുണ്ടല്ലോ. ലേഖനങ്ങളിൽ തിരുവെഴുത്തിന് പറയുന്ന മറ്റൊരു പേരെന്ത്? ഉത്തരം: വിശുദ്ധ രേഖകൾ. റോമർ 1:2. ക്വസ്റ്റ്യൻ: സുവിശേഷം പ്രസംഗിക്കുന്നത് വിലക്കിക്കൊണ്ട് തങ്ങളുടെ പാപങ്ങളെ പൂർത്തീകരിക്കുന്നവർ ആര്? ഉത്തരം: യഹൂദർ. 1 തെസ്സലോനിക്കർ 2:15-16. ക്വസ്റ്റ്യൻ: ആരംഭം ആത്മാവിൽ, ഒടുക്കം ജഡത്തിൽ. ആരാണ് ഇവിടുത്തെ പരാമർശ വിഷയം? ഉത്തരം: ഗലാത്യ സഭ. ഗലാത്യർ 3:1-3. ക്വസ്റ്റ്യൻ: ഒരു മനുഷ്യനെ മാനസാന്തരത്തിലേക്ക് നടത്തുന്ന ദൈവിക ഘടകം എന്ത്? ഉത്തരം: ദൈവത്തിൻ്റെ ദയ. റോമർ 2:4. ക്വസ്റ്റ്യൻ: സത്യത്തിന് തടസ്സമുണ്ടാക്കുവാൻ മനുഷ്യർ പ്രയോഗിക്കുന്ന ദുഷ്പ്രവൃത്തി എന്താണ്? ഉത്തരം: അനീതി. റോമർ 1:18. ക്വസ്റ്റ്യൻ: പെരുകുന്ന സ്നേഹവും വർദ്ധിച്ച വിശ്വാസവും ഉണ്ടായിരുന്ന സഭ ഏത്? ഉത്തരം: തെസ്സലോനിക്യ സഭ. 2 തെസ്സലോനിക്കർ 1:3. ക്വസ്റ്റ്യൻ: ദൈവം തന്നെ സ്നേഹിക്കുന്ന മനുഷ്യർക്കായി സജ്ജീകരിക്കുന്ന കാര്യങ്ങൾ അറിയാൻ കഴിയാത്ത അവയവങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: കണ്ണ്, ചെവി, ഹൃദയം. 1 കൊരിന്ത്യർ 2:9. ക്വസ്റ്റ്യൻ: ഒരു സഭയിലെ വിശ്വാസികളാണെങ്കിലും 2 മനസ്സോടെ പോകുന്ന സഹോദരിമാർ ആരൊക്കെയാണ്? ഉത്തരം: യുവോദ്യ, സുന്തുക. ഫിലിപ്പിയർ 4:2. ക്വസ്റ്റ്യൻ: ജഡത്തിൽ വസിക്കുമ്പോൾ ന്യായപ്രമാണം മൂലം ഉണ്ടാകുന്ന രാഗം ഏത്? ഉത്തരം: പാപരാഗങ്ങൾ. റോമർ 7:5. ക്വസ്റ്റ്യൻ: തൻ്റെ സഭാ സന്ദർശനത്തിൽ പ്രിയപ്പെട്ട സഹോദരന്മാരിൽ കാണരുത് എന്ന് പൗലോസ് ആഗ്രഹിച്ച ദുസ്വഭാവങ്ങൾ എന്തൊക്കെയായിരുന്നു? ഉത്തരം: പിണക്കം, ഈർഷ്യ, ക്രോധം, ശാഠ്യം, ഏഷണി, കുശുകുശുപ്പ്, നിഗളം, കലഹം, അശുദ്ധി, ദുർനടപ്പ്, ദുഷ്കാമം. 2 കൊരിന്ത്യർ 12:20-21. ക്വസ്റ്റ്യൻ: വിശ്വാസത്തോടെ ദൈവനീതിക്ക് വേണ്ടി നിലകൊണ്ട അബ്രഹാമിന് ലഭിച്ച
അംഗീകാരത്തിൻ്റെ അടയാളമെന്ത്? ഉത്തരം പരിച്ഛേദന. റോമർ 4:9-11 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: യേശുവിൻ്റെ വിളിയുടെ ആശ അറിയുവാൻ പ്രകാശിക്കേണ്ട കണ്ണ് ഏത്? ഉത്തരം ഹൃദയദൃഷ്ടി. എഫെസ്യർ 1:17-18 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: മനസ്സിന് കുളിരേകുന്ന 3 മനുഷ്യർ ആരൊക്കെ? ഉത്തരം സ്തഫനാസ്, ഫോർത്തുനാത്തോസ്, അഖായിക്കോസ്. 1 കൊരിന്ത്യർ 16:17-18 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: മോശമായ സംസാരം മൂലം നഷ്ടപ്പെട്ടു പോകുന്നത് എന്ത്? ഉത്തരം സദാചാരം. 1 കൊരിന്ത്യർ 15:33. ക്വസ്റ്റ്യൻ: അപ്പോസ്തലനായ പൗലോസ് എത്ര തവണ കൊരിന്ത്യ സഭ സന്ദർശിച്ചതായാണ് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം 3 തവണ. ക്വസ്റ്റ്യൻ: പൗലോസിൻ്റെ ലേഖനങ്ങളിലെ പ്രത്യേക അടയാളമെന്ത്? ഉത്തരം പൗലോസിൻ്റെ സ്വന്തം കൈയാലുള്ള വന്ദനം. 2 തെസ്സലോനിക്കർ 3:17. ക്വസ്റ്റ്യൻ: സകലത്തിനും സകലവും പൂർത്തിയാക്കുന്ന പൂർണ്ണത എന്ത്? ഉത്തരം ക്രിസ്തുവിൻ്റെ ശരീരമായ സഭ. എഫെസ്യർ 1:23. ക്വസ്റ്റ്യൻ: സാത്താൻ മനുഷ്യരെ പരീക്ഷിക്കുന്നതിന് കാരണമായ ഒരു സ്വഭാവദോഷം എന്ത്? ഉത്തരം അജിതേന്ദ്രിയത്വം. 1 കൊരിന്ത്യർ 7:5. ക്വസ്റ്റ്യൻ: ദൈവം നേരിട്ട് സുവിശേഷം അറിയിച്ച വ്യക്തി ആര്? ഉത്തരം അബ്രഹാം. ഗലാത്യർ 3:8. ക്വസ്റ്റ്യൻ: വാദിയും പ്രതിയും ഒന്നിച്ചു വരുന്ന ഒരു വാക്ക്? ഉത്തരം പ്രതിവാദിക്കുന്നു. റോമർ 2:15, 2 കൊരിന്ത്യർ 12:19. ക്വസ്റ്റ്യൻ: ആത്മീക വർധനയും പ്രബോധനവും ആശ്വാസവും ഒരു വ്യക്തിക്ക് ലഭിക്കുന്നത് ആര് മുഖേനയാണ്? ഉത്തരം പ്രവചിക്കുന്നവൻ. 1 കൊരിന്ത്യർ 14:3. ക്വസ്റ്റ്യൻ: ഭക്ഷ്യവാതായനത്തിലൂടെ കോട്ടയിൽ സഞ്ചരിച്ചതാര്? ഉത്തരം അപ്പോസ്തലനായ പൗലോസ്. 2 കൊരിന്ത്യർ 11:33. ക്വസ്റ്റ്യൻ: നീതിയുടെ പ്രമാണം പിന്തുടർന്ന ഇസ്രായേൽ ആ പ്രമാണത്തിൽ എത്താതിരുന്നത് എന്തുകൊണ്ട്? ഉത്തരം വിശ്വാസത്താലല്ല, പ്രവൃത്തികളാൽ അന്വേഷിച്ചത് കൊണ്ട് തന്നെ അവർ ഇടർച്ചക്കല്ലിന്മേൽ തട്ടി ഇടറി. റോമർ 9:31-32 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: മാംസാഹാരം കഴിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുകയും താൻ മാംസം ഭക്ഷിക്കയില്ല എന്ന് ഉറച്ച തീരുമാനമെടുക്കുകയും ചെയ്ത വ്യക്തി ആര്? ഉത്തരം പൗലോസ്. റോമർ 14:21, 1 കൊരിന്ത്യർ 8:13. ക്വസ്റ്റ്യൻ: കാലത്തികവിലെ ദൈവിക കരാർ എന്തായിരുന്നു? ഉത്തരം സ്വർഗത്തിലും ഭൂമിയിലുമുള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക. എഫെസ്യർ 1:10. ക്വസ്റ്റ്യൻ: നീതി വരുന്നത് എവിടെ നിന്ന്? ഉത്തരം യേശുക്രിസ്തുവിങ്കൽ നിന്നും. വിശ്വാസത്താലാണ് നീതി വരുന്നത്. റോമർ 3:21, ഗലാത്യർ 2:21. ക്വസ്റ്റ്യൻ: അവരുടെ ലംഘനം ലോകത്തിന് ധനവും അവരുടെ നഷ്ടം ലോകത്തിൽ സമ്പത്തും വരുത്തി. ആരുടെ? ഉത്തരം ഇസ്രായേലിൻ്റെ. റോമർ 11:7-12 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: മനുഷ്യ ശരീരത്തോടുള്ള ബന്ധത്തിൽ പ്രകൃതി പഠിപ്പിക്കുന്ന പാഠം എന്ത്? ഉത്തരം പുരുഷൻ മുടി നീട്ടിയാൽ അത് അവന് അപമാനമെന്നും സ്ത്രീ മുടി നീട്ടിയാലോ അത് മൂടുപടത്തിന് പകരം നൽകിയിരിക്കൊണ്ട് അവൾക്ക് മാനമാകുന്നു എന്നും. 1 കൊരിന്ത്യർ 11:14-15 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിപ്പാൻ അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയ ദൈവം ഏത്? ഉത്തരം ഈ ലോകത്തിൻ്റെ ദൈവം, സാത്താൻ. 2 കൊരിന്ത്യർ 4:4. ക്വസ്റ്റ്യൻ: മാതാവിന് മക്കളോട് അലിവുള്ളതുപോലെ
പിതാവ് പുത്രന്മാർക്ക് പ്രോത്സാഹനവും ഉപദേശവും കൊടുക്കുന്നതുപോലെ പൗലോസ് കരുതൽ കൊടുത്ത സഭ ഏത്? ഉത്തരം തെസ്സലോനിക്യ സഭ. 1 തെസ്സലോനിക്യർ 2:7-12 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: എൻ്റെ ഉയരം ഊഹിക്കാവതല്ല, എൻ്റെ ആഴം അളക്കാവതല്ല, എൻ്റെ വീതി വർണ്ണനാതീതം, എൻ്റെ നീളം നിർണയാതീതം. ഇവ മനസ്സിലാകണമെങ്കിൽ വിശുദ്ധന്മാരോടുകൂടി സഹവസിക്കണം. ഞാൻ ആരെന്ന് പറയാമോ? ഉത്തരം: ക്രിസ്തുവിൻ്റെ സ്നേഹം. എഫെസ്യർ 3:17-19 വരെ. ക്വസ്റ്റ്യൻ: വെജിറ്റേറിയൻ അഥവാ സസ്യാഹാരം മാത്രം കഴിക്കുന്നതാരാണ്? ഉത്തരം: ബലഹീനൻ. റോമർ 14:2. ക്വസ്റ്റ്യൻ: ഏക മനസ്സോടെ ഏക സ്നേഹം പൂണ്ട് ഏക ആത്മാവിനാൽ എതിരാളികളാൽ കുലുങ്ങാതെ ആത്മീയ കാര്യങ്ങൾക്കായി ഐക്യമത്യപ്പെട്ട് പോരാടുവാൻ ആരോടാണ് പൗലോസ് ആഹ്വാനം ചെയ്തത്? ഉത്തരം: ഫിലിപ്പിയിൽ ക്രിസ്തുയേശുവിലുള്ള സകല വിശുദ്ധന്മാരോടും അധ്യക്ഷന്മാരോടും ശുശ്രൂഷകന്മാരോടും. ഫിലിപ്പിയർ 1:1-27, 2:2. ക്വസ്റ്റ്യൻ: സൃഷ്ടാവിൻ്റെ ബഹുവിധമായ അറിവുകൾ സ്വർഗത്തിലുള്ള അധികാരങ്ങൾക്കും ശക്തികൾക്കും ദൈവം വെളിപ്പെടുത്തുന്നത് ആരിലൂടെ, എപ്രകാരമാണ്? ഉത്തരം: സഭ മുഖാന്തരം. ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിവർത്തിച്ച അനാദി നിർണയപ്രകാരം. എഫെസ്യർ 3:10-11 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: സുവിശേഷ ഘോഷണത്തിലൂടെ ഒരു വ്യക്തിയെ രക്ഷയ്ക്കായി വിളിച്ചതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യമെന്ത്? ഉത്തരം: നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാൻ. 2 തെസ്സലോനിക്യർ 2:14. ക്വസ്റ്റ്യൻ: സുന്ദരമായ അവയവമുള്ള ഒരു കൂട്ടരെക്കുറിച്ച് ലേഖനങ്ങളിൽ പരാമർശിച്ചിരിക്കുന്നു. ആരാണ് ആ കൂട്ടർ? ഏതാണ് ആ അവയവം? ഉത്തരം: നന്മ സുവിശേഷിക്കുന്നവർ. അവയവം കാൽ. റോമർ 10:15. ക്വസ്റ്റ്യൻ: ശരീരഭാഗത്തെ ദൈവതുല്യമായി കണക്കാക്കിയിരുന്നത് ആര്? ശരീരഭാഗം ഏത്? ഉത്തരം: ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നവർ. ശരീരഭാഗം വയറ്. ഫിലിപ്പിയർ 3:18-19 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഇത് ദൈവീകമായ രക്ഷാകരമായ പശ്ചാത്താപമുണ്ടാകും, ലോകപരമായ മൃത്യു ഉളവാകും. ഇവിടുത്തെ പരാമർശ വിഷയം എന്ത്? ഉത്തരം: ദുഃഖം. 2 കൊരിന്ത്യർ 7:10. ക്വസ്റ്റ്യൻ: മഹിമയാണ്, പ്രതിമയാണ്, മഹിളയുടെ മൗലിയാണ് ആര്? ഉത്തരം: പുരുഷൻ. പുരുഷൻ ദൈവത്തിൻ്റെ പ്രതിമയും തേജസ്സും സ്ത്രീയുടെ തേജസ്സുമാകുന്നു. 1 കൊരിന്ത്യർ 11:3-7 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: മരിച്ചു ക്രിസ്തുവിൽ മറഞ്ഞിരിക്കുന്നെങ്കിലും ഭൂമിയിലെ മരിക്കാത്ത അവയവങ്ങൾ ഏതൊക്കെയാണ്? ഉത്തരം: ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം. കൊലോസ്യർ 3:3-5 വാക്യങ്ങൾ. ക്വസ്റ്റ്യൻ: ഒരു കാര്യം സംബന്ധമായി നമ്മൾ കുട്ടികളാകരുത്, എന്നാൽ മറ്റൊരു കാര്യം സംബന്ധിച്ച് കുട്ടികളാകണം. ഏതൊക്കെ കാര്യങ്ങളാണ് ഈ പ്രസ്താവന കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഉത്തരം: ബുദ്ധിയിൽ കുഞ്ഞുങ്ങളാകരുത്, തിന്മയ്ക്ക് ശിശുക്കളായിരിപ്പിൻ. 1 കൊരിന്ത്യർ 14:20. ക്വസ്റ്റ്യൻ: സുഖസുഷുപ്തിക്കൊപ്പം കാഴ്ചയില്ലാത്ത കണ്ണും കേൾവിയില്ലാത്ത കാതും ദൈവം ആർക്കാണ് നൽകിയത്? ഉത്തരം: തിരഞ്ഞത് പ്രാപിക്കാത്ത കഠിനപ്പെട്ടിരിക്കുന്ന ഇസ്രായേലിന്. റോമർ 11:7-8 വാക്യങ്ങൾ. താങ്ക്സ് ഫോർ വാച്ചിങ്.